ഓണപരീക്ഷയ്ക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്ന് ചോദിക്കാം, അതേപോലെ തന്നെ ഓംസ് ലോന്റെ ലിമിറ്റേഷൻസും ചോദിക്കാം. നോക്കാം. ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലിമിറ്റേഷൻസ് ആണ്. ഒന്നാമത്തത് വി സ്റ്റോപ്സ് പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് ഒരു പരിധിയിലധികം വോൾട്ടേജോ കറണ്ടോ കൂടുകയാണെങ്കിൽ ആ വിയും ഐയും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്താവും, ബ്രേക്ക് ആയി പോകും. ഓക്കെ. രണ്ടാമത്തത് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈൻ ഓഫ് വി, അതായത് പോസിറ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ഒരു കറണ്ട് ഉണ്ടെങ്കിൽ അതേ നെഗറ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജിന്റെ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. മൂന്നാമത്തത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. ഓക്കെ. ചില മെറ്റീരിയൽസിന് ഒരേ കറണ്ടിൽ തന്നെ ഡിഫറെന്റ് വോൾട്ടേജസ് എന്താക്കിയിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിന്റെ പേരെന്താണ്, ഒന്ന് കമന്റ് ചെയ്ത്.